നമുക്ക് നമ്മുടേതായിട്ട് ഭഗവാനെ സമർപ്പിക്കാൻ ഒന്നേ ഉള്ളൂ, ആ ഒന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് മാത്രമുണ്ട് ഭഗവാനെ സമർപ്പിക്കാൻ. യുധിഷ്ഠിര മഹാരാജാവ് നാരദ മഹർഷിയോട് ധർമ്മതത്വത്തെക്കുറിച്ചും സനാതന ധർമ്മത്തിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചും ചോദിച്ചു. അപ്പം ആ ധർമ്മതത്വ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് വിസ്തരിച്ചത്. വർണ്ണാശ്രമാചാരയുതം യത്പുമാൻ വിന്ദതേ പരം. ഈ വിധത്തിലുള്ള സമ്പ്രദായങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ ധർമ്മത്തെ, അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഈ ധർമാനുഷ്ഠാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ധർമാനുഷ്ഠാനം കൊണ്ട് ഉണ്ടാവേണ്ടത് ഹൃദയത്തിൽ ശുദ്ധിയാണ്. അങ്ങനെ അനുഷ്ഠാന ശുദ്ധി കൊണ്ട് തെളിഞ്ഞതായ ചിത്തം, ആ ഹൃദയം ആർക്കുണ്ടോ അവരെവിടെ പോയാലും അവർക്ക് നന്മയുണ്ടാവുള്ളൂ. സദാ സന്തുഷ്ട മനസ്സ സർവാ സുഖമയാ ദിശ ശർക്കര കണ്ടകാദിഭ്യോ യഥോപാനത്പദ ശിവം. അതായത് കല്ലും ചരലും നിറഞ്ഞ വഴിയിൽ കൂടെ പോണവർക്ക് സർവത്ര പരവതാനി വിരിക്കുക ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് 2 ചെരുപ്പ് കാലമ്പിൽ ഇട്ടു എങ്കിൽ സർവത്ര പരവതാനി വിരിച്ചതായിട്ട് അനുഭവപ്പെടും. അതുപോലെ മനസ്സ് ശുദ്ധാണെങ്കിൽ ഏത് ദിക്കിൽ ചെന്നാലും അവിടെയൊക്കെ സുഖമായിട്ട് ഭവിക്കും. മനസ്സ് കലുഷാണെങ്കിൽ ലോകം ദുരിതമായിട്ടും ഭവിക്കും എന്നും പറഞ്ഞു. ഇങ്ങനെ ഈ ധർമ്മതത്വത്തിൻ്റെ സമ്പ്രദായങ്ങളും ആ ധർമ്മതത്വാനുഷ്ഠാനം കൊണ്ടുണ്ടാവുന്നതായ പ്രയോജനങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ട് നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനെയും പാണ്ഡവരെയും അനുഗ്രഹിച്ചിട്ട് ആ യുധിഷ്ഠിര രാജസൂയ സമ്പ്രദായത്തിൽ നിന്ന് അദ്ദേഹം പോവുകയും ചെയ്തു. അങ്ങനെ ഈ മഹാരാജാവിൻ്റെ മുമ്പിൽ നിന്ന് നാരദ മഹർഷി പോയി ആ കഥകളൊക്കെ ഭഗവാൻ ശ്രീശുകര് പരീക്ഷത്തിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പം ഇത് കേട്ടപ്പോഴാണ് പരീക്ഷത്ത് ഇങ്ങനെ ഓരോ കഥകളായിട്ട് മന്വന്തരാദി കഥകളൊക്കെ കേട്ടപ്പോൾ ചോദിച്ചു. പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു ഭഗവാൻ ശ്രീശുകര്, അങ്ങേക്ക് ഞാൻ ഈ വിധത്തിൽ സാക്ഷാൽ സ്വയംഭുവ മനുവിൻ്റെ പരമ്പര സമ്പൂർണ്ണമായിട്ട് വിസ്തരിച്ചു. സ്വയംഭുവ മനുവിൻ്റെ സമ്പ്രദായങ്ങളാണ് ഇപ്പോൾ ഇത്രയും നേരം വിസ്തരിച്ച് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ മനു സ്വയംഭുവനാണ്. അപ്പം ഈ സ്വയംഭുവൻ അദ്ദേഹത്തിൻ്റെ ഓരോ സമ്പ്രദായങ്ങളും ആ കാലത്തുണ്ടായിട്ടുള്ള ഭഗവാന്റെ മഹിമകളും മഹാത്മാക്കളുടെ ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തത് കേട്ടപ്പോഴാണ് പരീക്ഷിത്ത് ചോദിച്ചു, പിന്നീടുണ്ടായ മനുക്കൾ ആരൊക്കെയാണ്, അവരുടെ ചരിത്രങ്ങൾ എന്തൊക്കെയാണ്, ഈ മന്വന്തരങ്ങളിൽ ഏതൊക്കെ വിധത്തിലാണ് ഭഗവാൻ ഭൂമിയിൽ വന്ന് ലോകത്തെ അനുഗ്രഹിച്ചത് എന്ന് ചോദിച്ചു. അപ്പം അതിന് മറുപടിയായിട്ട് ശ്രീശുകര് പറഞ്ഞു കൊടുത്തു. അന്നിപ്പോൾ എന്തുണ്ടായേ ചോദിച്ചാൽ, ആദ്യത്തെ മനു സ്വയംഭുവൻ, രണ്ടാമത്തെ മനു സ്വാരോജിഷൻ, മൂന്നാമത്തെ ആളും ഉത്തമൻ, താമസൻ, രൈവതൻ എന്ന് പറയും. ഇങ്ങനെ 5 മനുക്കളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ആറാമത്തെ മനു ചക്ഷുസിൻ്റെ മകൻ ചാക്ഷുഷൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 7ാമത്തെ മന്വന്തരത്തിൻ്റെ കഥ പറഞ്ഞു. ഈ 7ാമത്തെ മന്വന്തരാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അത് വൈവസ്വതൻ്റെ മന്വന്തരാണെന്നും പറഞ്ഞു. അപ്പം ഇങ്ങനെ 7 മന്വന്തരങ്ങളുടെ സമ്പ്രദായത്തിലേക്കാണ് പറഞ്ഞെത്തിച്ചത്. ആദ്യത്തേത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്വയംഭുവൻ്റെ കഥ വിസ്തരിച്ച് ബ്രഹ്മപുത്രനായ സ്വയംഭുവൻ. ഇപ്പോൾ സ്വയംഭുവൻ, സ്വാരോജിഷൻ, ഉത്തമൻ, താമസൻ, രൈവതൻ, ചാക്ഷുഷൻ, 7ാമത്തേത് വൈവസ്വതൻ, സൂര്യപുത്രനായ വിവസ്വാന്റെ പുത്രനായ വൈവസ്വതൻ എന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ വിവസ്വാന്റെ പുത്രനായ വൈവസ്വതൻ മനുവായിട്ടിരിക്കണ കാലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് വൈവസ്വത മന്വന്തരാണ്, 7ാമത്തെ മന്വന്തരം എന്നും പറഞ്ഞു. ഈ 7ാമത്തെ മന്വന്തരത്തിലാണ് ഇപ്പം നമ്മളും ഇവിടെ ഇരിക്കണത് എന്നും പറഞ്ഞു പരീക്ഷത്തിനോട്. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നതും 7ാമത്തെ മന്വന്തരത്തിലാണ്. അപ്പം അങ്ങനെ 7 മനുക്കളുടെ വാഴ്ചയുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചു, അങ്ങനെ ഓരോന്നായിട്ട് എനിക്ക് ഓരോരോ മന്വന്തരങ്ങളും ആ മന്വന്തരങ്ങളിൽ ഉണ്ടായ ഭഗവാന്റെ മഹിമകളും വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോ മന്വന്തരത്തിലും ഭഗവാൻ അവതരിച്ചു അനുഗ്രഹിക്കേണ്ടായില്ലേ, അതാണ് കേൾക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പം അതിന് മറുപടിയായിട്ട് ശ്രീശുക ബ്രഹ്മർഷി മന്വന്തരങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ സ്വയംഭുവൻ്റേതൊക്കെ മുഴുവൻ പറഞ്ഞു തീർന്നു. പിന്നെ 2ാമത്തേത് സ്വാരോജിഷൻ, അഗ്നിപുത്രൻ സ്വാരോജിഷൻ. 3ഉം 4ഉം 5ഉം മനുക്കൾ പ്രിയവ്രതൻ്റെ പുത്രന്മാരാണ്, ഉത്തമൻ, താമസൻ, രൈവതൻ എന്ന് പറയും. 6ാമത്തെ മനു ചക്ഷുസിൻ്റെ മകനാണ് ചാക്ഷുഷൻ. 7ാമത്തെ മനുവാണ് സൂര്യപുത്രൻ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം അതിൽ ഈ ഉത്തമൻ, താമസൻ, അതിൽ 4ാമത്തെ മനുവാണ് താമസൻ. താമസൻ്റെ മനു, ആ താമസ മനു കഴിച്ച് അദ്ദേഹത്തിൻ്റെ വാഴ്ച കഴിയണ കാലത്താണ്, ആ കാലത്താണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ട് ലോകത്തെ അനുഗ്രഹിച്ചത്. ഏത് പ്രകാരത്തിൽ എന്നാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തു. തത്രാപി ജജ്ഞേ ഭഗവാൻ ഹരിണ്യാം ഹരിമേധസ. ഹരിണിയിലെ ഹരിമേധസിൻ്റെ പുത്രനായിട്ട് ഭഗവാൻ ഹരിരിത്യാഹൃതോ യേന ഗജേന്ദ്രോ മോചിതോ ഗ്രഹാൽ എന്ന് പറയും. അന്നാണ് ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചിട്ട്
ഗജേന്ദ്രന് മോക്ഷം കൊടുത്തത് എന്നും പറഞ്ഞു. അപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു, ആരാ ഗജേന്ദ്രൻ, എന്താ അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം, അദ്ദേഹം എന്തിനാ ഇപ്പം എങ്ങനെയൊക്കെ പുറപ്പെട്ടത്, എന്താ അദ്ദേഹത്തിൻ്റെ ചരിത്രം, എങ്ങനെയാണ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചത്, അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറയൂ എന്നും പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീ ശുകബ്രഹ്മർഷി ഗജേന്ദ്രൻ്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു. അന്ന് എന്താ ഉണ്ടായി ചോദിച്ചാൽ പറയും, അവിടെ ആ കാലത്ത് ആസീത് ഗിരിവരോ രാജൻ ത്രികൂട ഇതി വിശ്രുത. പണ്ട് ത്രികൂടം എന്ന പേരായിട്ട് വിശിഷ്ടമായിട്ടൊരു പർവ്വതം ഉണ്ടായി. ഈ പർവ്വതത്തിൽ ഗംഭീരമായ കാടുകളും അവിടെ ഇങ്ങനെ തടാകങ്ങളും അരുവികളും ഒക്കെ ആയിട്ട് ധാരാളമായിട്ട് ജന്തുജീവജാലങ്ങൾ സന്തോഷമായിട്ട് ആ കാട്ടിൽ കഴിഞ്ഞു. ആനകളും സിംഹങ്ങളും കടുവകളും എല്ലാവിധ ജന്തുജീവജാലങ്ങളും വള്ളികളും അതുപോലെ വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് ഗംഭീരമായ കാട്. ആ കാട്ടിൽ, ആ ഘോരമായ കാട്ടിൽ അന്ന് വിശിഷ്ടനായിട്ടൊരു ആന ഉണ്ടായി എന്ന് പറയും. ഈ ആന എന്തേ ചെയ്തു വെച്ചാൽ, ആ ഗജേന്ദ്രൻ ഇങ്ങനെ ആ കാട്ടിൽ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ആനയുടെ ഈ തലയെടുപ്പും മിടുക്കും പ്രഭാവവും ഒക്കെ ആയിട്ട് ആന കഴിച്ചു കൂട്ടുമ്പം ആനയുടെ ഈ ഒരു മിടുക്ക് കണ്ടിട്ട്, നോക്കൂ, കാട്ടിലെ രാജാവ് സാധാരണഗതിയിൽ സിംഹമാണ്, പക്ഷേ ആനയുടെ ഈ യോഗ്യത കണ്ടിട്ട് സിംഹം പോലും ഈ ഗജേന്ദ്രൻ്റെ മഹിമ അംഗീകരിച്ചു. അങ്ങനെ വനരാജനായിട്ട് ആ ഗജരാജൻ കാട്ടിൽ വാണു. ഇനി ഗജരാജൻ കാട്ടിൽ വാഴുന്ന കാലത്ത് ആനക്കൂട്ടത്തോട് കൂടിയിട്ട് ഗജേന്ദ്രൻ സന്തോഷമായിട്ട് കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഒരിക്കൽ ഇദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോഴാണ് ആ കാലത്ത് വേനൽക്കാലം വന്ന സമയത്ത് ഒരിക്കൽ കാട്ടിൽ വെള്ളം വറ്റിയ എന്നൊരു വിഷമമുണ്ട്. അപ്പം അങ്ങനെ കുന്നിൻ്റെ മുകളിലെ കാട്ടിൽ വെള്ളം വറ്റിയ സമയത്ത് ആനക്കൂട്ടം ഒന്നിച്ച് വെള്ളം കുടിക്കാനായിട്ട് ഈ കുന്നിൻ്റെ താഴെ ചെരുവിലിരിക്കുന്നതായ തടാകത്തിലേക്ക് വന്നു. ഈ തടാകത്തിൽ നിറഞ്ഞിരിക്കുന്ന ജലാശയത്തിൽ ധാരാളം വെള്ളവും ഒക്കെ ഉണ്ട് എന്ന് കണ്ടിട്ട് സന്തോഷമായിട്ട് അവർ വെള്ളം കുടിക്കാൻ വന്നവർ ആനക്കൂട്ടം മുഴുവനും ഒന്നിച്ചാണ് വന്നത്. അതിൽ ഈ ആനക്കൂട്ടം കുറേശ്ശെ ആ കരയിൽ നിന്ന് തുമ്പിക്കൈ ആ തടാകത്തിലേക്ക് ഇങ്ങോട്ട് നീട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചു. ഇപ്പം ഈ ആനക്കൂട്ടം ആവശ്യത്തിന് വെള്ളം തടാകത്തു നിന്ന് കോരി കുടിച്ച് അവരുടെ ദാഹം തീർത്ത് മാറി അവനവൻ്റെ ആവശ്യമായി കഴിച്ചു കൂട്ടി പോന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗജേന്ദ്രൻ മാത്രം എന്താ ചെയ്തു വെച്ചാൽ ആ തടാകത്തിൽ നല്ലോണം ഒന്ന് ഇറങ്ങിയെന്ന് മാത്രമല്ല, ഇറങ്ങിയിട്ടൊന്ന് മുങ്ങിയിട്ടൊന്ന് കലക്കിയിട്ട് കുറച്ച് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് വെള്ളം കോരിയെടുത്തിട്ട് അത് തൻ്റെ തലയിലേക്കും ദേഹത്തേക്കൊക്കെ ഒന്ന് തേവി നല്ലോണം. അങ്ങനെ മുങ്ങിയും കുളിച്ചും നല്ലോണം തേവിയും അങ്ങനെ കലക്കിയിട്ടാണ് ആര് വെള്ളം കുടിച്ചത്, ഈ ഗജേന്ദ്രൻ വെള്ളം കുടിച്ചത്. അപ്പം അങ്ങനെ ഈ ഗജേന്ദ്രൻ വെള്ളത്തിലിറങ്ങി മുങ്ങി കുളിച്ച് കലക്കി വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് പപൗ നികാമം നിജ പുഷ്കരോദ്ധൃതം ആത്മാനമദ്ഭിസ്നപയൻ ഗതക്ലമ എന്ന് പറയും. ആ തടാകത്തിലേക്ക് ഇറങ്ങിയിട്ട് മറ്റുള്ള ആനകളൊക്കെ തടാകത്തിൻ്റെ കരയിലിരുന്ന് തുമ്പിക്കൈ നീട്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുകയാണ് ചെയ്തത് വെച്ചാൽ ഗജേന്ദ്രൻ ചെയ്തത് അങ്ങനെയല്ല. വിഗാഹ്യ തസ്മിന്നമൃതംബു നിർമ്മലം ഹേമ അരവിന്ദോത്പല രേണുവാസിതം എന്ന് പറയും. അതിൽ വിഗാഹ്യ നല്ലോണം ഇറങ്ങി മുങ്ങിയിട്ടാണ് കലക്കിയിട്ടാണ് കുടിച്ചത്. ഈ കലക്കി കുടിച്ചപ്പം ഈ ആനയുടെ കാലുമ്പിലൊരു മുതല വന്ന് പിടിച്ചു എന്ന് പറയും. അതാണ് ഈ കലക്കി കുടിക്കരുത്. കലക്കി കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ആ തെളി വെള്ളം കുടിച്ചവർക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. കലക്കി കുടിച്ച ഗജേന്ദ്രന്റെ കാലിൻ്റെ മുകളിലാണ് ഒരു മുതല വന്ന് പിടിച്ചു. അപ്പം ഈ മുതല വന്ന് ഇങ്ങനെ പിടിച്ചപ്പോൾ എന്താണ്ടായിച്ചാൽ ഗ്രാഹോബലിയാം ചരണേ രുഷാഗ്രഹിയിൽ എന്നാണ്. ഗ്രാഹം മുതല വന്നിട്ട് ഈ ആനയുടെ കാലമ്പിൽ രുഷാഗ്രഹിയിൽ കലശലായിട്ട് അങ്ങോട്ട് പിടിച്ചു. അപ്പം എന്താ വെച്ചാൽ ഇതിങ്ങനെ പിടിച്ച സമയത്ത് ഈ ആനയ്ക്കാച്ചാൽ അങ്ങനെ വിഷമമൊന്നുമില്ല, നല്ല ശക്തനാണ്, കൂട്ടത്തിലേക്ക് പ്രഭാവശാലിയാണ്. അപ്പം അതിനൊട്ടും വിഷമമൊന്നുമില്ല. ആന എന്ത് ചെയ്തു വെച്ചാൽ ഈ മുതലയുടെ പിടിയുന്ന കാല് പിടിവിട്ട് എടുക്കാനായിട്ട് നല്ലോണം കാല് പിടിച്ചു വലിച്ചു. ഇപ്പോൾ അത് അങ്ങോട്ട് കിട്ടി എന്നാ വിചാരിച്ചത്. വികൃഷ്യമാണം തരസാബലീയസ, വളരെ ഭാവത്തോട് കൂടിയിട്ട് പിടിച്ചു വലിച്ചു നോക്കി. പിടിച്ചു വലിച്ചിട്ടൊന്നും അത് പുറത്തേക്ക് വന്നില്ല. ശക്തി എടുത്ത് വലിച്ചിട്ടും പുറത്തേക്ക് കിട്ടിയില്ല. മുതലയുടെ വായയില പിടിച്ചു കിടക്കണതായ തൻ്റെ പാദം ഒരു വിധത്തിലും തനിക്ക് വീണ്ടെടുക്കാൻ സാധിക്കണില്ല എന്നൊരു സ്ഥിതി വന്നു. അപ്പം ഈ ഗജേന്ദ്രൻ്റെ ഈ ഒരു എത്രയോ കാലമായിട്ട് കാലേന ദീർഘേണ മഹാനുഭൂത് അതുണ്ടായത്. മഹാനുഭൂത് എത്രയോ കാലം അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു പോയി പിടിയും വലിയൊക്കെ ആയിട്ട്. അപ്പം അനവധി കാലം അവിടെ ഇരുന്ന് ഇവർ പിടിയും വലിയായിട്ട് ഇരിക്കുമ്പോൾ കൂടെ വന്ന ഗജേന്ദ്രന്മാർ വേറെയുള്ള ആനകളൊക്കെ കൂടെ എന്ത് ചെയ്തു വെച്ചാൽ നമ്മളൊക്കെ ഒന്ന് പിടിച്ചു വലിച്ചു നോക്കുക, ചിലപ്പോൾ അത് തിരിച്ചു കിട്ടിയാലോ എന്ന് വിചാരിച്ച ആനക്കൂട്ടം ഈ ഗജേന്ദ്രൻ്റെ അദ്ദേഹത്തിനെ നല്ലോണം പിടിച്ചു വലിക്കാനായിട്ട് സഹായിച്ചു.
അങ്ങനെ എന്താ വെച്ചാൽ പിടിച്ചും വലിച്ചും കൊമ്പനാനകൾ കൂടി വലിച്ചു നോക്കി എന്നിട്ടും കിട്ടിയില്ല. ഇപ്പം പിടിയാനോളം വിചാരിച്ചു എന്നാൽ നമുക്കൊന്ന് കൂടി വലിച്ചു നോക്കാം. അവരും കൂടി വലിച്ചു എന്നിട്ട് കിട്ടിയില്ല. കുട്ടിയാനോളം കൂടി വലിച്ചു എന്നിട്ടും കിട്ടിയില്ല. അങ്ങനെ കൊമ്പനാനോളും പിടിയാനോളും എല്ലാവരും കൂടി ചേർന്ന് വലിച്ചിട്ടും ഈ ഗജേന്ദ്രൻ്റെ പാദം, ഈ ആനയുടെ കാലുണ്ടല്ലോ, അത് ഈ മുതലയുടെ വായെന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം കഷ്ടത്തിലായിട്ട് ഈ ആന ഇങ്ങനെ ഇത്തം ഗജേന്ദ്രോ സയത് അപസങ്കടം പ്രാണസ്യ ദേഹി വിവശോ യദൃച്ഛയാ. അപ്പം അതുണ്ടായത് എന്തൊക്കെ തരത്തിൽ പിടിച്ചു വലിച്ചിട്ടും അങ്ങനെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ ഇവിടെ പെട്ട് കിടക്കണ ഈ ഗജേന്ദ്രൻ എന്താ വേണ്ടതെന്ന് നിശ്ചയില്ലാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ കൊമ്പനാനോളും പിടിയാനോളും കുട്ടിയാനോളും കലശലായിട്ട് ഉത്സാഹിച്ച് നോക്കിയിട്ടും എന്ത് തരായില്ല. ഈ ആനയുടെ കാല് വീണ്ടെടുക്കാൻ പറ്റിയില്ല. കൊമ്പനാനോള് കുറേ നേരം ഇങ്ങനെ പണിയെടുത്തപ്പോൾ അവർ വിചാരിച്ച് എന്തായാലും ഇപ്പോൾ ഇത് ഇനി കിട്ടണ്ടാവില്ല, നമ്മൾ വെറുതെ അവിടെ ഇരുന്ന് പിടിയും വലിയൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി നേരം കളയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് പോവാമെന്നും പറഞ്ഞ് കൊമ്പനാനോള് പോയി. കൊമ്പനാനോള് പോയപ്പോൾ പിടിയാനോളൊക്കെ തോന്നി ആണുങ്ങളൊക്കെ പോയിട്ട് നമ്മൾ പെണ്ണുങ്ങൾ ഇനി എന്ത് കൂട്ടിയാൽ കൂടെ നമുക്കും പോവും. അവരും പോയി. കുട്ടിയാനോളൊക്കെ പിന്നെ തലേന്നാളെ വൈകുന്നേരേ പോയതാണ്. എല്ലാവരും പോയി. ഇപ്പം ആരൊറ്റയ്ക്കായി? ഗജേന്ദ്രനും ഈ മുതലി മാത്രമായി. ആപത്ത് വരുമ്പം വന്ന ആപത്തും ഉണ്ടാവും, നമ്മളും ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. ഗജേന്ദ്രനിപ്പം അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അപ്പം ഈ ഗജേന്ദ്രന് മനസ്സിലായി ഈ കണ്ട ആനകൾക്കോ പിടിയാനകൾക്കോ കൊമ്പനാനകൾക്കോ കുട്ടിയാനകൾക്കോ ഇനി വേറെ വല്ലവർക്കും അവർക്കൊന്നും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. എന്താ കാരണം? നമാം ഇമേ ജ്ഞാതയ ആതുരം ഗജാഹ കുതഃ കരിണ്യ പ്രഭവന്തി മോചിതം ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപി അഹം ച തം യാമി പരമ്പരായണം. അതുകൊണ്ട് ഇക്കണ്ട കൊമ്പനാനകൾക്കോ പിടിയാനകൾക്കോ ഒന്നും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. എന്നെ രക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഭഗവാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണോ? അഹം ച തം യാമി, ആ പരമപരായണ സ്വരൂപനായ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. ഭഗവാനെ എനിക്ക് ഇനി ആശ്രയമുള്ളൂ എന്ന് കണക്കാക്കിയിട്ട് ആ ഗജേന്ദ്രൻ ഭഗവാന്റെ തൃപാദത്തെ നല്ലോണം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് മനസ്സിരുത്തിയിട്ട് ഏവം വ്യവസിതോ ബുദ്ധിയാ സമാധായ മനോഹൃതി ജജാപ പരമം ജാപ്യം പ്രാഗ്ജന്മനി അനുശിക്ഷിതം. പൂർവ്വജന്മത്തിൽ താൻ എന്താണോ പഠിച്ച് ധരിച്ചുറപ്പിച്ച് തൻ്റെ ഉള്ളിൽ സംസ്കാരമായിട്ട് സൂക്ഷിച്ചു വെച്ചത്, ആ ഒരു പൂർവ്വജന്മ സംസ്കാരവാസനയ്ക്കനുസരിച്ച് ഭഗവാന്റെ തൃപ്പാദത്തെ ജജാപ, നല്ലോണം ഭഗവാനെ ജപിച്ച് നന്നായിട്ട് തൊഴുത് ആ തുമ്പിക്കൈ ആകാശത്തേക്ക് ഇങ്ങനെ പൊക്കി പിടിച്ച് ഭഗവാന്റെ നേരെ തൊഴുത് പിടിച്ചിട്ട് നന്നായിട്ട് ജജാപ ജപിച്ചു. ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ച് നമസ്കരിച്ചു. ഗജേന്ദ്രൻ ഭഗവാന്റെ തൃപാദം മാത്രമേ ഹൃദയത്തിലുള്ളൂ. അത് മാത്രം വലിയ വേറെ ചിന്തകളൊക്കെ ഒഴിച്ച് ഭഗവത് ഭാവത്തിൽ ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ നിന്നിട്ട് തുമ്പി കൈകൊണ്ട് തൊഴുത് നമസ്കരിക്കുന്നത്. ആന എന്തേ ചെയ്തു വെച്ചാൽ ഇതൊക്കെ പ്രാഗ്ജന്മനി അനുശിക്ഷിതെന്നാ പറഞ്ഞത്. ഈ ജന്മത്തിൽ പഠിച്ചതൊന്നുമല്ല, പൂർവ്വജന്മത്തിൽ ധരിച്ചതാണ് ഈ വിധത്തിൽ ഇപ്പം പ്രയോഗിച്ചത്. അദ്ദേഹം നന്നായിട്ട് തൊഴുതിട്ട് ഭഗവാനോട് പറയുകയും ചെയ്തു. എന്ത്? ഓം നമോ, അതുണ്ടായത് ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായ അഭിധീമഹി. ആ പരമപുരുഷനായ ഭഗവാനെ ഞാൻ നല്ലോണം ഉള്ളിൽ ധ്യാനിച്ചുറപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ഭഗവാനെ? യസ്മിന്നിദം യതശ്ചേദം യേനേദം യ ഇദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരഃ തം പ്രപദ്യേ സ്വയംഭുവം. ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഏതൊന്നുകൊണ്ടാണോ പ്രപഞ്ചം ഈ വിധത്തിൽ പ്രകാശിക്കുന്നത്, ഏതൊന്നിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത്, ഏതൊന്നിലാണോ ചെന്നു ചേരുന്നത്, അങ്ങനെ പരമായതിൽ നിന്നും അപരമായതിൽ നിന്നും ഭിന്നമായിട്ടിരിക്കുന്ന ഭഗവാന്റെ പ്രഭാവത്തെ നമസ്കരിക്കുകയാണ്. എങ്ങനെ? തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേ അനന്തശക്തയേ അരൂപായ ഉരുരൂപായ നമ ആശ്ചര്യകർമ്മണേ. ഭഗവാന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ രൂപമില്ല. നീക്കണ്ട രൂപമൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ ആണ് താനും. അങ്ങനെ നോക്കുമ്പം ആശ്ചര്യസ്വരൂപനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങേ ഞാൻ നമസ്കരിക്കുകയാണ്. സാധാരണക്കാരായ നമ്മൾക്കൊന്നും ഭഗവാന്റെ ഭാവത്തെ ആ വിധത്തിലൊന്നും കണ്ടറിയാൻ സാധിക്കില്ല. എങ്ങനെയുള്ളതാണ് അങ്ങയുടെ പ്രത്യേകത? നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിദൂരായ മനസശ്ചേതസാമപി. ഇന്ദ്രിയങ്ങൾക്കോ മനസ്സോ ബുദ്ധിക്കോ ചെന്നെത്തിപ്പെട്ട് ഇതാണ് ഭഗവാന്റെ സമ്പ്രദായം എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് ധരിച്ചുറപ്പിക്കാനൊന്നും ഇന്ദ്രിയങ്ങൾക്കും സാധ്യമല്ല, മനസ്സിനും സാധ്യമല്ല.
അതുകൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അപ്പുറത്തിരിക്കുന്നതായ വേദത്തിൽ പറഞ്ഞ മാതിരി യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, വാക്ക് മനസ്സിൻ്റെ കൂടെ അവിടെ എത്തിപ്പെടാതെ തിരിച്ചു പോരുകയാണ് എന്ന് പറഞ്ഞില്ലേ, ആ ഭഗവാനെ എന്താ നമസ്കരിക്കുകയാണ്. എങ്ങനെ? സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മേണ വിപശ്ചിത നമ കൈവല്യനാഥായ നിർവാണ സുഖസംവിദേ. സത്വസ്വരൂപനായ അങ്ങേ, കൈവല്യസ്വരൂപനായ മോക്ഷസ്വരൂപനായ ഭഗവാനെ, നിർവാണ സ്വരൂപനാണ്. ആ മോക്ഷസുഖത്തിൻ്റെ പ്രാപ്തിയിൽ അനുഭവിച്ചറിയുക എന്നല്ലാതെ കണ്ടും തൊട്ടും ഒന്നും അറിയാൻ അങ്ങേ സാധ്യമല്ല. അങ്ങേ കാണുമ്പോൾ ചിലപ്പം തോന്നും നമശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഘനായ ച. ചിലപ്പം തോന്നും ശാന്തനാണ്, ചിലപ്പം തോന്നും ഘോരനാണ്, ചിലപ്പം തോന്നും മൂഢനാണ് എന്നൊക്കെ തോന്നും. എന്നാലോ അങ്ങയെ സംബന്ധിച്ച് പറയുക വെച്ചാൽ ഈ ത്രിഗുണധർമ്മങ്ങളൊന്നും അങ്ങയെ ബാധിക്കണതല്ല. അങ്ങ് നിർവിശേഷനാണ്, ഒരു വിശേഷവും അങ്ങയ്ക്ക് ചേരില്ല. അങ്ങ് എല്ലാ ദിക്കിലും സമനാണ്, ജ്ഞാനസ്വരൂപനാണ്. ഞാൻ നമസ്കരിക്കണോ? മാത്രമല്ല സകല ചരാചരങ്ങളുടെയും അകത്ത് ക്ഷേത്രസ്വരൂപനായിട്ട് ക്ഷേത്രജ്ഞനായിട്ടിരുന്ന് അങ്ങ് എന്തു ചെയ്യണോ? ലോകത്തെ അനുഗ്രഹിക്കണോ. ഏതുപോലെ? ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമഃ. ആ പ്രത്യേകാത്മസ്വരൂപനായിട്ടിരുന്ന് എല്ലാറ്റിനും സാക്ഷിയായിട്ട് സാക്ഷിഭാവേണ പ്രകാശിച്ച് പരമപുരുഷനായി മൂലപ്രകൃതിക്ക് ആധാരസ്വരൂപനായിട്ട് ചൈതന്യ പ്രഭാവശാലിയായിട്ടിരിക്കണേ ഭഗവാന്റെ പ്രത്യേകത. എങ്ങനെ? ഇന്ദ്രിയങ്ങൾക്കുണ്ടോ അങ്ങേ കാണാൻ സാധിക്കണോ? ഇല്ല. എന്തേ കാരണം? സർവേന്ദ്രിയ ഗുണദ്രഷ്ടേ സർവപ്രത്യയഹേതവേ അസദാച്ഛായയോക്തായ സദാ ഭാസായതേ നമഃ. ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ പ്രഭാവം വേണം. എന്നാൽ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാനെ കാണാനും സാധിക്കുമോ, അറിയാനും സാധിക്കുമോ? ഇല്ലതാനും. അങ്ങനെയുള്ളതായ പ്രകാശസ്വരൂപനായ സദാ ഭാസായിട്ടിരിക്കുന്നതായ ഭഗവാനെ നമസ്കരിക്കുകയാണ്. അങ്ങയുടെ മഹിമ നമോ നമസ്തേഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമനായ മഹാർണവായ നമോപവർഗായ പരായണായ. പരമപരായണ സ്വരൂപനായ ഭഗവാനെ നമസ്കരിക്കുക, അല്ലാതെ പിന്നെ എന്തേ ചെയ്യണ്ടോ? എന്തിനെപ്പം ഗജേന്ദ്രൻ ഭഗവാന്റെ തൃപ്പാദത്തെ ഇങ്ങനെ തൊഴുത് ഭജിച്ച് നമസ്കരിച്ച് ഉറപ്പിക്കുന്നത് ഇപ്പം എന്തിനാണെന്നപ്പം സംശയം ഉണ്ടാവും. ചിലപ്പം തോന്നും ഇപ്പം ഈ ആനയുടെ കാല് മുതലയുടെ വായയിൽ പെട്ട് കഷ്ടത്തിലായി ജീവിതം വഴിമുട്ടി, അതുകൊണ്ട് ആ ജീവിതം മുട്ടിയത് നേരെയാക്കിയിട്ട് വീണ്ടും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി തരണേ എന്ന് നിരീക്ഷിച്ചിട്ടാണ് ഇപ്പം ഗജേന്ദ്രൻ പുറപ്പെട്ടതെന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നും അല്ല പുറപ്പെട്ടത്. എന്തിനേപ്പം ഞാൻ വന്നത്? പറയും ജിജീവിഷേ നാഹമിഹാമുയാകിം അന്തർബഹിശ്ചാവൃതയേ ഭയോന്യ ഇച്ഛാ കാലേന യസ്യ വിപ്ലവസ്തസ്യാത്മലോകാവരണസ്യ മോക്ഷം. അതേ വേണ്ടു. എൻ്റെ ഈ കാല് മാത്രമേ ഇപ്പം മുതലയുടെ വായയിൽ പെട്ടിട്ടുള്ളൂ. പക്ഷേ ഭഗവാനെ, ഞാൻ മുഴുവനായിട്ട് ഈ ആനയുടെ ദേഹത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് എന്നെ ഈ ദേഹ ബന്ധനത്തിൽ നിന്നും അങ്ങ് ലോക ബന്ധനത്തിൽ നിന്നും അങ്ങ് രക്ഷിച്ച് വൈകുണ്ഠ ഭാവത്തിലേക്ക് കൊണ്ടുപോണേ. അതിനാണ് ഞാൻ പുറപ്പെട്ടത്. അല്ലാതെ കാലം ഇങ്ങടെ വേണ്ടെടുത്ത് കൊണ്ടുപോയി സുഖമായിട്ട് കുടുംബത്ത് പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ മോഹിച്ചിട്ടൊന്നുമല്ല. അങ്ങേക്കേ അത് പറ്റുള്ളൂ. അങ്ങാണ് അതിന് സമർത്ഥൻ. എന്തേത്? സോഹം വിശ്വസൃജം വിശ്വം അവിശ്വം വിശ്വവേദസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ്മി പരം പദം യോഗരന്ധിതകർമാണോ ഹൃദി യോഗവിഭാവിതേ യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം നമാമ്യഹം. അങ്ങനെ നമസ്കരിക്കുകയുള്ളൂ. എന്താ കാരണം? അങ്ങ് വിശ്വനാഥനാണ്. ഈ ലോകത്തെ അങ്ങാണ് സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് യോഗീശ്വരന്മാരായ മഹാത്മാക്കൾ ആ യോഗസിദ്ധിയുടെ മഹിമയിലിരുന്ന് ധ്യാനയോഗത്തിൻ്റെ പ്രഭാവത്തിലിരുന്നിട്ട് യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം നതോസ്മ്യഹം. ആ യോഗീശ്വരന്മാരെ ഹഠയോഗാദി യോഗസാധന കൊണ്ട് ഹൃദയത്തിൽ സാക്ഷാത്കരിച്ച് അറിയാനായിട്ട് ഉത്സാഹിച്ച് കഷ്ടപ്പെടണം
പറഞ്ഞതായ ആ ഭഗവാന്റെ മഹിമയെ ഞാൻ എന്താ ഹൃദയത്തിൽ സദാ കണ്ട് തൊഴുത് നമസ്കരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്ത്? നമോ നമസ്തുഭ്യമസഹ്യവേഗശക്തിത്രയായ അഖിലധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതിന്ദ്രിയാണാം അനവാപ്യവർത്മനെ. നമോ നമസ്തുഭ്യമസഹ്യവേഗശക്തിത്രയായ അഖിലധീഗുണായ. അങ്ങക്ക് എന്തൊരു വേഗതയാണ്! ഭക്തന്മാരായ മഹാത്മാക്കള് അങ്ങേ ഇങ്ങനെ ഈ വിധത്തിൽ തൊഴുത് ചൊല്ലി വിളിച്ച് നമസ്കരിക്കുമ്പം എന്തൊരു വേഗതയിലാണ് പ്രപന്നപാലനായ അങ്ങ്, ശരണാഗത വത്സനായ അങ്ങ് വന്ന് അനുഗ്രഹിക്കുന്നത്. എത്ര കാലമായിട്ട് ഈ ഗജേന്ദ്രൻ ഞാൻ ഈ തടാകത്തിൽ ഇരുന്നിട്ട് അങ്ങേ പ്രാർത്ഥിച്ച് ഭജിച്ച് നമസ്കരിച്ച് തൊഴണോ, എന്തേ അങ്ങൻ്റെ മുമ്പിലേക്ക് പുറപ്പെടാത്തത് എന്ന ഭാവത്തില് ആ ഗജേന്ദ്രൻ കരഞ്ഞു തൊഴുത് നമസ്കരിച്ചിട്ട് നായം വേദ, മനസ്സിലാവില്ല ആർക്കും, എന്ത്? നായം വേദസ്വമാത്മാനം യച്ഛക്ത്യാഹം ധിയാഹതം തം ദുരത്യയമാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. ആ ദുരത്യയ മഹാത്മ്യസ്വരൂപനായ ഭഗവാനെ നോക്കൂ, കണ്ടാലും കേട്ടാലും തൊട്ടാലും ഒന്നും അറിയാൻ പറ്റില്ല. എന്താ കാരണം? അങ്ങയുടെ ആ മായാശക്തി പ്രഭാവത്തിൽ സ്വയം മറിഞ്ഞ് അനന്തശക്തി സ്വരൂപനായിട്ടിരിക്കണം അങ്ങയെ എങ്ങനെ ഞാൻ കണ്ട് മനസ്സിലാക്കണ്ടോ? ഈ വിധത്തില് ആ ഗജേന്ദ്രൻ ഭഗവാന്റെ തൃപ്പാദം തന്നെ ധ്യാനിച്ചുറപ്പിച്ച് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ ഏകാഗ്രമായ ബുദ്ധിയോടുകൂടി ഭഗവാനെ അല്ലാതെ കണ്ട് വേറെ ഒന്നും ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ കണ്ട് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് മനസ്സിനെയും ബുദ്ധിയെയും നിഗ്രഹിച്ച് പ്രാണനെ നിഗ്രഹിച്ച് ഭഗവാങ്കൽക്ക് ഏകീകരിച്ച ധ്യാന സ്വരൂപത്തെ മാത്രം ഉറപ്പിച്ച് ആ ഗജേന്ദ്രന്റെ മുമ്പിലേക്ക് ഭഗവാൻ എന്ത് ചെയ്തു? ഇനി വയ്യ എന്ന് കണക്കാക്കിയിട്ട് ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗഭിദാഭിമാനാഃ നൈതേയതോപസസ്രപുർനിഖിലാത്മകത്വാൽ തത്രാഖിലാമരമയോ ഹരിരാവിരാസീൽ. ആ ഗജേന്ദ്രന്റെ മുമ്പിലേക്ക് ഗരുഡാരൂഢനായ ഭഗവാൻ, ആ ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് പുറപ്പെട്ട ഭഗവാൻ നേരെ അങ്ങോട്ട് ചെന്നു, മുമ്പിലേക്ക് അങ്ങോട്ട് ചെന്നു. മുമ്പിൽ ഭഗവാൻ ഇങ്ങനെ ഇങ്ങോട്ട് ചെന്ന് ആ ന്യസ്താംഘ്രിപത്മ പദകേന്ദ്രപൃഷ്ഠേ, ആ ഗജേന്ദ്രന്റെ പുറത്ത് തൻ്റെ തൃപ്പാദം ചാർത്തി നിൽക്കണതായ ഭഗവാനെ ദൂരേന്ന് ഇങ്ങനെ ആ ഗജേന്ദ്രൻ കണ്ടപ്പം എന്തപ്പോ വേണ്ടത്? ഭഗവാൻ തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണോ? എങ്ങനെയൊന്ന് തൊഴുക, എങ്ങനെയപ്പോൾ ഒന്ന് നമസ്കരിക്കുക? തനിക്ക് തരാവില്ലല്ലോ. ഈ വിധത്തിൽ തൻ്റെ കയ്യിൽ എന്തുണ്ടോന്ന് ഭഗവാന്റെ പാദത്തിൽ വെച്ച് തൊഴുത് നമസ്കരിക്കാൻ ആലോചിച്ചിട്ട് ഗജേന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് പരിഭ്രമിച്ചിരിക്കുമ്പോഴാണ് ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ കണ്ടത്, എത്രയോ കാലമായിട്ട് ഈ തടാകത്തിൽ ഈ മുതലയുടെ പിടിയിൽപ്പെട്ട് പിടിയും വലിയായിട്ട് ആ ഗ്രാഹഗ്രസ്തനായ താൻ ഇങ്ങനെ കഴിച്ചു കൂട്ടണോ. ആ കാലത്തിൻ്റെ ഇടയ്ക്ക് എന്തെന്തെല്ലാം മാറ്റങ്ങളാണ് അപ്പം ഇവിടെ ഉണ്ടായത്, പലജാതി മാറ്റങ്ങൾ. അതിങ്ങനെ കണക്കാക്കിയിട്ട് എന്തേ ചെയ്തു വെച്ചാൽ ഈ ഗജേന്ദ്രൻ ചുറ്റും നോക്കിയപ്പം തടാകത്തിൽ നിറയെ താമരപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് പടർന്ന് പിടിച്ച് കിടക്കണോ. ആ താമരപ്പൂക്കളെ തൻ്റെ തുമ്പിക്കൈകൊണ്ട് ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് പിടിച്ച് തണ്ടോടുകൂടി പൊട്ടിച്ചിട്ട് ആ തുമ്പിക്കൈകൊണ്ട് ഇങ്ങോട്ട് എടുത്ത് പൊക്കി ഭഗവാന്റെ തൃപ്പാദം നോക്കി തൊഴുത് തൻ്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കണ ഗരുഡാരൂഢനായ ഭഗവാനെ ഉറപ്പിച്ചിട്ട് ആ പൂക്കള് സോന്ദസരസ്യുരുബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാ ഗരുത്മതി ഹരിം ഉപാത്തചക്രം ഉൽക്ഷിപ്യ സാംബുജകരം ഗിരമാഹകൃച്ഛ്രാൽ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആ ഗജേന്ദ്രൻ ആ പൂക്കള് ഭഗവാന്റെ പാദത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ചിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാന്റെ പാദത്തിലേക്ക് ഈ പൂക്കള് വെച്ച തൊഴുത് നമസ്കരിച്ച് ഗജേന്ദ്രൻ ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴാണ് ഭഗവാൻ ആ ഗരുഡന്റെ പുറത്തുനിന്ന് നേരെ ഇങ്ങോട്ട് ചാടിയിട്ട് ആ ഗജേന്ദ്രന്റെ തുമ്പിക്കൈ ഏതൊരു കൈ കൊണ്ടാണോ തൻ്റെ പാദത്തിലേക്ക് ഈ പൂക്കള് സമർപ്പിച്ചത് ആ കയ്യെ ഭഗവാൻ ഇങ്ങോട്ട് പിടിച്ചു. തൃക്കൈ കൊണ്ട് ആ തുമ്പിക്കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഗജേന്ദ്രൻ ഇങ്ങോട്ട് വലിച്ചു. ആ ഭഗവാന്റെ വലിയോട് കൂടിയിട്ട് ഗജേന്ദ്രൻ തൻ്റെ കാലിൻ്റെയും മുകളിൽ പിടിച്ച മുതലയോട് കൂടിയിട്ട് ഈ തടാകത്തിന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകുന്നേ. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ആ ചക്രായുധം ഇങ്ങോട്ട് സ്മരിച്ചു.
മുതലയുടെ നേരെ അങ്ങോട്ട് അയച്ചു. മുതലയാണെങ്കിൽ ഈ ചക്രായുധ സ്പരിശം ഉണ്ടായപ്പം മുതലയുടെ രൂപം കളഞ്ഞിട്ട് വിശിഷ്ടമായ ഒരു രൂപം ധരിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഹൂഹു എന്ന് പേരായ ഗന്ധർവനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട് ഈ തടാകത്തിൽ ഇങ്ങനെ കഴിയേണ്ടായത്. അങ്ങനെ ഈ തടാകത്തിൽ കഴിയുമ്പോഴാണ് ഈ ഗജേന്ദ്രന്റെ കാലുമ്പിൽ പിടിച്ചത്. അപ്പം അങ്ങയുടെ കൈകൊണ്ട് എനിക്ക് സിദ്ധി ഉണ്ടായി. തൊഴുതു, നമസ്കരിച്ചു. മുതല എന്ത് ചെയ്തു? പോവും ചെയ്തു. മുതല സിദ്ധി ഭഗവാന്റെ കൈകൊണ്ട് അനുഗ്രഹം വാങ്ങി ശാപമോക്ഷം തീർന്ന് മുതല സന്തോഷമായിട്ട് പോയി. ഭഗവാൻ എന്തേ ചെയ്തത്? ഗജേന്ദ്രോ ഭഗവൽ സ്പരിശാൽ വിമുക്തോ ജ്ഞാനബന്ധനാത് പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാശ്ചതുർഭുജ. അതേ പണ്ടായത് ഗജേന്ദ്രോ, ഈ ഗജേന്ദ്രൻ ഭഗവൽ സ്പരിശാൽ, ഭഗവാന്റെ ആ സ്പരിശം കൊണ്ട്, ഭഗവാൻ തൊട്ടപ്പോഴേക്ക് തന്നെ എന്തേണ്ടായത്? അതിൻ്റെ ആ ഒരു മഹിമ കണ്ട് അജ്ഞാനബന്ധനാൽ വിമുക്തത, അജ്ഞാനക്കെട്ടൊക്കെ പൊട്ടിയൊക്കെ അങ്ങോട്ട് തീർന്ന് നേരെയായിട്ട് പ്രാപ്തോ ഭഗവതോ രൂപം, ഭഗവാന്റെ ആ മഹിമ, ശംഖചക്രഗദാപത്മഭാവമായ ഭഗവാന്റെ ആ ചതുർബാഹു സ്വരൂപത്തെ ധരിച്ചിട്ട് എന്തേണ്ടായത്? പീതവാസാശ്ചതുർഭുജ. അങ്ങനെ ഭഗവാൻ ആ ഗജേന്ദ്രന് സാരൂപ്യ മുക്തി കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറയും. മുക്തി പറയുമ്പം പല സമ്പ്രദായത്തിൽ പറയും. 1 സാലോക്യം, 2 സാരൂപ്യം, 3 സായുജ്യം എന്നാണ്. ഇങ്ങനെ 3 തരത്തിൽ മുക്തിയില്ല. അതിൽ സാരൂപ്യ മുക്തി കൊടുത്ത ഈ ഗജേന്ദ്രനെ അനുഗ്രഹിച്ചു. ഇതപ്പുണ്ടായത്. ഇവിടെ ഇന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഗജേന്ദ്രൻ ഇത്രയും കാലം ഭഗവാനെ കലശലായിട്ട് തൊഴുത് നമസ്കരിച്ച് ഭജിച്ച് കലശലായിട്ട് ഭജിച്ച് വിളിച്ചു വരുത്തി ഗജേന്ദ്രനാണ് ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് വിളിച്ചു വരുത്തിയത് വെച്ചാലും ആദ്യം മോക്ഷം കിട്ടിയത് ആർക്കാ? മുതലയ്ക്കാ. ശ്രദ്ധിച്ചില്ലേ? ഇത് മുതല വായ തുറന്നതുമില്ല, ഒരക്ഷരം മിണ്ടിയതുമില്ല, തൊഴുതതുമില്ല. ശരിയല്ലേ? ഇത് മുതല വായ തുറന്നു വെച്ചാൽ ആനയുടെ പിടുത്തം വിട്ടു പോവില്ലേ? അതുകൊണ്ട് അത് വായ തുറന്നില്ല. പിടുത്തം ആര് വിടാണ്ട പിടിച്ചു? മുതല പിടിച്ചു. പിടിച്ച കാരണം കൊണ്ട് ആർക്ക് മോക്ഷം കിട്ടി? മുതലയ്ക്ക് കിട്ടി. പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയൂ? ഈ മുതല ഭഗവാനെ ഭജിച്ചില്ല വെച്ചാലും ഗജേന്ദ്രന്റെ കാലമ്പിൽ പിടിച്ചതുകൊണ്ടാണ് ഈ കിട്ടിയത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഇന്നലെ ഈ ഗജേന്ദ്രന്റെ കഥ പറയുമ്പോൾ പറയാമെന്നും പറഞ്ഞ് നിർത്തിയൊരു സാധനമുണ്ട്. അതായത് ഈ വൃത്രാസുരൻ സ്തുതിച്ച സമയത്ത് വൃത്രാസുരൻ ഇന്നലെ എന്താ പറഞ്ഞത്? ഭഗവാനോട് പറഞ്ഞത്, അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ. ഭഗവാന്റെ തൃപ്പാദദാസന്റെ ദാസനാവണേ എന്നാ പറഞ്ഞു. അപ്പോളേ നമ്മൾ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞത്? ഭഗവാന്റെ ദാസനാവണേ എന്ന് നേരിട്ട് പറയല്ലേ വേണ്ടത്? അത് പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഭഗവാന്റെ ദാസന്റെ ദാസൻ. നോക്കൂ, ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? ഈ മുതല എന്തേ? ഇപ്പം ഭഗവാനെ നല്ലോണം ഭജിച്ചുറപ്പിച്ച് ഉള്ളിൽ പ്രകാശിപ്പിച്ച ആളാണ് ആന. ഭഗവാന്റെ വലിയ ഭക്തന. ആ മുതല പോയിട്ട് പിടിച്ചത് എവിടെയാ? ഈ ആനയുടെ കാലിൻ്റെ മുകളിൽ. അതുകൊണ്ട് ആർക്ക് കാര്യം തരായി കിട്ടി? മുതലയ്ക്ക് ഭഗവാനെ നേരെ ആശ്രയിക്കാൻ പ്രാപ്തി ഇല്ല മുതലയ്ക്ക്. അതുകൊണ്ടാണ് ഭഗവാനെ ആശ്രയിച്ച ഭക്തനായ ഈ ഗജേന്ദ്രനെ ആശ്രയിച്ചത്. അപ്പം നമ്മൾക്കിപ്പം ഭഗവാനെ നേരിട്ട് ചെന്ന് ആശ്രയിക്കാൻ പ്രാപ്തിയും കഥയും വലിയ വിവരവും ബോധമൊന്നും ഇല്ല വെച്ചാൽ പേടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യണം? ഭഗവാനെ ആശ്രയിച്ച മഹാത്മാക്കളിൽ അവരെ ചെന്ന് ആശ്രയിച്ചാൽ ആ മഹിമ നമ്മൾക്കും എന്തായിട്ട് വരും? മഹിമയായിട്ട് വരും. അപ്പം കറണ്ടിൻ്റെ കമ്പി കുറച്ച് ഉയരത്തിൽ കൂടി പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നീളോ ഉയരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും എത്തിപ്പിടിക്കാൻ പറ്റില്ലേ. അപ്പോഴാണ് വടക്കേ കോയിന്നുംകുട്ടി സ്റ്റൂളിട്ട് കയറി എന്ത് പിടിച്ചോ? കമ്പി പിടിച്ചു. നമ്മൾ എന്ത് ചെയ്താൽ മതി? കോയിന്നുംകുട്ടിയുടെ കാല് പിടിച്ചാലും നമ്മുടെ കാര്യം നേരെയായി കിട്ടും. ശരിയല്ലേ? കറണ്ടായതുകൊണ്ട് രസാവില്ല എന്നേ ഉള്ളൂ. അപ്പം നേരെ പിടിക്കാൻ പറ്റിയില്ല വെച്ചാലും പിടിച്ചവനെ പിടിച്ചാലും കറണ്ട് പിടിക്കുന്ന പറഞ്ഞ മാതിരി ഭഗവാനെ നേരെ പിടിക്കാൻ പറ്റിയില്ല വെച്ചാലും ഭഗവാനെ പിടിച്ചാലും നമുക്ക് ആ മഹിമയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സജ്ജന സംസർഗം കൊണ്ട് ഉണ്ടാവും പോലെ നന്മ വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണില്ല. അതെന്താണ് കാരണം? പണ്ട് പറഞ്ഞില്ലേ, പിത്രങ്ങൾ മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. അതാ ഭഗവാന്റെ ഭക്തന്മാരെ ആശ്രയിച്ചാൽ
ഭക്തി ഇല്ലാത്തവർക്കും അതുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഭക്തി ഉള്ളവരെ ആശ്രയിക്കുക നല്ലതെന്നാൽ നമുക്കത് കുറേശ്ശെ. പണ്ട് ഈ വടക്കേലെ നാരായണൻ നായർ, അദ്ദേഹം ഈ ഈശ്വര വിചാരമൊന്നും ഇല്ലാത്ത ആൾ, അമ്പലത്തേക്കൊന്നും പോകില്ല. അദ്ദേഹം പഴയ പട്ടാളക്കാരനാണ്. ഇപ്പം രാവിലെ ഇങ്ങനെ നടക്കാനിറങ്ങും, 5 മണിക്ക് നടത്താനുണ്ട് ഇങ്ങനെ അങ്ങാടി റോഡുമ്മ കൂടി ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് തെക്കേലെ അപ്പുട്ടൻ നായർ അമ്പല കമ്മിറ്റിയിലാണല്ലോ അദ്ദേഹം രാവിലെ പോകും, മാലയൊക്കെ ആയിട്ട് അവിടേക്ക് വരും, അമ്പലത്തേക്ക് 5 മണിക്ക് വരും. അങ്ങനെ നാരായണൻ നായരും അപ്പുട്ടൻ നായരും കൂടിയാണ് എന്ത് ചെയ്യുക, നടക്കുക. അങ്ങനെ വർത്തമാനം പറഞ്ഞു വലിയ ലോഹിയ രണ്ടാളും കൂടി. അപ്പുട്ടൻ നായർ ഇടയ്ക്ക് പറയും, നാരായണൻ നായർ വന്ന് അമ്പലത്തേക്ക്, ഞാൻ പതിവില്ല. അങ്ങനെ ഇവർ തമ്മിൽ വലിയ സൗഹൃദമായി, അങ്ങോട്ട് വലിയ എന്താ പറയുക ബന്ധങ്ങൾ അങ്ങോട്ട് വർദ്ധിച്ച്. ഒരു ദിവസം നമ്മുടെ നാരായണൻ നായർ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അപ്പുട്ടൻ നായരുടെ കൂടെ വന്ന് അറിയാതെ ഇവിടെ എത്തിപ്പോയി, അമ്പലത്തിലെത്തിപ്പോയി. അപ്പൊ അപ്പുട്ടൻ നായർ പറഞ്ഞു, സാറില്ലേ. അപ്പൊ ഞാൻ അമ്പലത്തേക്ക് കയറുന്നില്ല. അവിടെ അതെന്താ നാരായണൻ നായരെ കയറാത്തത്? ഞാൻ കുളിച്ചിട്ടില്ല എന്നും പറഞ്ഞു. എന്നാൽ ഇനി നാളെ നടക്കാൻ വരുമ്പോൾ കുളിച്ച് പോന്നോളൂ എന്നും പറഞ്ഞു. പിറ്റേന്നാൾ നാരായണൻ നായർ കുളിച്ചിട്ടാ നടക്കാൻ വന്നു. ട്രൗസർ മാറ്റി മുണ്ടാക്കി, ട്രൗസർ ഇട്ടിട്ടായിരുന്നു പണ്ട്, അതൊക്കെ മാറ്റി മുണ്ടാക്കി. അങ്ങനെ അപ്പുട്ടൻ നായരുടെ കൂടെ നടന്ന് നാരായണൻ നായർ ഇപ്പം അമ്പലത്തിലെത്തി. വെറുതെ അങ്ങാടി കൂടെ നടക്കണ്ട, ചിലപ്പോൾ നായകളൊക്കെ ഉണ്ടാവും, കടിക്കും. ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ നടന്നോളൂ, നായ കടിക്കില്ല, മതിലിൻ്റെ ഉള്ളിലല്ലേ എന്നും പറഞ്ഞു. ഇവിടെ മതിലിൻ്റെ ഉള്ളിലെ അങ്ങനെ ഇപ്പം നാരായണൻ നായർ അമ്പലത്തിലാണ് അപ്പോൾ വട്ടം നടക്കുന്നത്. ഇപ്പൊ പറഞ്ഞാൽ ഒന്നും പറയേണ്ട, നേരം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നാരായണൻ നായരാണ് പ്രസിഡന്റ്. എന്തിന്റെ അപ്പുട്ടൻ നായർ വയ്യാണ്ടേ കടപ്പായി, പിന്നെ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പൊ പ്രസിഡന്റ് ആരാണ്? എന്തേ കാരണം? അതാണ് പറഞ്ഞതേ. അപ്പുട്ടൻ നായർ പാവം എന്നും തൊഴിലാളി ഒരു വലിയ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ കൂടെ മിണ്ടിയും പറഞ്ഞ് നടന്ന അത്രയേ ഉള്ളൂ. അങ്ങനെ നടന്നു തന്ന ആരെവിടെ എത്തി? ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല വെച്ചാൽ മറ്റേ ഇപ്പോൾ റോഡിൽ കൂടി കടിക്കുന്ന നായയുടെ നടുക്ക് കൂടി നടന്ന് ട്രൗസറൊക്കെ കീറിയിട്ടുണ്ടാവും, നായ കടിച്ചിട്ട് കണ്ടിട്ടില്ലേ? അപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം സംസർഗം നമ്മൾ നന്നാക്കിയാൽ നമ്മൾ അറിയാതെ നമ്മൾ നന്നായി പോകുന്ന പറഞ്ഞത്. ഇവിടെ ഗജേന്ദ്രൻ ഭഗവാനെ ഭജിച്ചുറപ്പിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ പാദത്തിൽ പിടിച്ചത് കാരണം ഈ ആനയുടെ തൃപ്പാദത്തെ ആശ്രയിച്ചതുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദമാണ് വാസ്തവത്തിൽ ആർക്ക് കിട്ടിയത്? മുതലേക്ക് കിട്ടിയതേ. അതുണ്ടായത്. അപ്പൊ പറഞ്ഞത്. അപ്പൊ പരീക്ഷിച്ച് ചോദിച്ചു, ഗുരുനാഥ എനിക്ക് സംശയം ഉണ്ട്. എന്താ സംശയം? ഈ ആനയ്ക്കൊക്കെ ഇങ്ങനെ ഭക്തി ഉണ്ടാവുന്നത്? നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാർക്ക് പോലും വിജാതി ഭക്തി ഇല്ല, പിന്നെ ഇങ്ങനെ ഈ ആനയ്ക്കൊക്കെ ഉണ്ടാവുന്ന അത്ഭുതം ഉണ്ടേ. അപ്പൊ ഭഗവാൻ ശ്രീശുകര് പറഞ്ഞു പരീക്ഷിതനോട്, പരീക്ഷിത്തെ ഇതൊന്നും ഇപ്പൊ ഇന്നലെയൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല, ഇതൊക്കെ പഴയതാണ്, പൂർവ്വജന്മത്തിലെ സുഹൃതാണ് അപ്പൊ ഈ അനുഭവിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്, പഴയ വിത്ത് കുത്തി ഉണ്ണാണ്. വിത്ത് കുത്തി ഉണ്ണേ. അങ്ങനെ കേട്ടില്ലേ? വിത്ത് കുത്തി ഉണ്ണാന്ന് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത് ഇന്നത്തെ ഒന്നല്ല. നമ്മളിപ്പോൾ വിചാരം ഇന്നത്തൊക്കെ ഇതൊക്കെ പണ്ട് കഴിഞ്ഞ ജന്മത്തിലൊക്കെ നമ്മൾ കൂട്ടി വെച്ച് കൊണ്ടുവന്ന സാധനമാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യണത്, ഉണ്ണണതേ. അങ്ങനെ പഴയതുണ്ട് തീർക്കരുത്, പുതിയതുണ്ടാക്കി ഉണ്ണണം. അതാണ് വിത്ത് കുത്തി ഉണ്ണരുത് പറയില്ലേ. വിത്ത് കുത്തി ഉണ്ണാച്ച അർത്ഥം എന്താ? സമ്പാദ്യങ്ങളൊന്നും എടുത്ത് ഉണ്ട് തീർക്കരുത്, അന്നാന്ന് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കഴിച്ചു കൂട്ടണം എന്നാ പറയുക. ഇവിടെ എന്താ ഇപ്പം ഈ ആനയ്ക്ക് ഇങ്ങനെ സുഹൃതം ഉണ്ടായി ഭക്തി ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചാൽ കാരണം ഉണ്ടാവും. ഒന്നും കാരണം ഇല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എന്താണ്? ഒരു കാരണവും ഇല്ലാതെ ഒരു കാര്യവും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എന്ത് കാര്യത്തിന് നമുക്ക് മനസ്സിലാവുകയായിരിക്കും, മനസ്സിലാവാണ്ടിരിക്കുകയായിരിക്കും. അത് നമ്മുടെ എന്തല്ലായ അല്ലെങ്കിൽ അന്തത്തിന്റെ കേമത്തരം, അത്രയേ ഉള്ളൂ. പക്ഷെ കാരണം ഇല്ലാതെ കാര്യം ഉണ്ടാവില്ല എന്നാണ്. നൂലില്ലാണ്ട മുണ്ടുണ്ടാവുമോ? സ്വർണ്ണം ഇല്ലാണ്ട മാല ഉണ്ടാവുമോ? മണ്ണില്ലാതെ ചട്ടി ഉണ്ടാവുമോ? ഓടില്ലാണ്ട വിളക്ക് ഉണ്ടാവുമോ? ബാക്കി ഞങ്ങളുടെ വൈകുന്നേരം കൂട്ടിക്കോളൂ പോയിട്ട്. ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്ന നമുക്ക് വൈകുന്നേരമായി പോകും. ശരിയല്ലേ ഇത്? അപ്പൊ അതാണ്, അങ്ങനെയാണല്ലോ. അപ്പൊ കാരണം ഉണ്ടെങ്കിലേ കാര്യം ഉണ്ടാവുള്ളൂ. കാര്യം ഉണ്ടാവണമെങ്കിൽ കാരണം നിർബന്ധമാണ്. ഇപ്പൊ ഈ ആനയ്ക്ക് ഇജാതി ഒരു സമ്പ്രദായം മഹിമ ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവൂല. എന്താ കാരണം? കേട്ടോളൂ പറയാം. പണ്ട് പാണ്ഡ്യരാജ്യത്ത് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. പാണ്ഡ്യരാജ്യം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. പാണ്ഡിലോറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് മനസ്സിലാവും. അതില്ലെങ്കിൽ ഇന്ന് കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിക്കും ഉണ്ടാവില്ല, സാമ്പാറും എരിശ്ശേരിയും കാളനും ഉണ്ടാവില്ല. അതാണ് ആ ലോറി എന്നോട് നിശ്ചയുണ്ടാവും. ഈ പാണ്ഡ്യലോറി വരുന്ന നാടിന്റെ പേരാണ് പാണ്ഡ്യനാട്. പാണ്ഡ്യം വെച്ചാൽ തമിഴ്നാട്. ഇന്ന് നമ്മൾ തമിഴ്നാട് പറയില്ലേ? പഴയ പേര് പാണ്ഡ്യം, ചേരം, ചോളം എന്നൊക്കെയാണ് ഇന്ന് പറയുന്നതൊക്കെ ഇപ്പൊ പേര് മാറി. അപ്പൊ ഈ പാണ്ഡ്യദേശത്ത് ഇന്ദ്രദ്യുമ്നൻ എന്ന പേരായിട്ട് യോഗ്യനായ ഒരു രാജാവുണ്ട്. വലിയ വിദ്വാനായിരുന്നു അദ്ദേഹം. ഈ യോഗ്യനായ മഹാരാജാവ് ഇന്ദ്രദ്യുമ്നൻ ഒരിക്കൽ എന്താ ചെയ്തു വെച്ചാല്, അദ്ദേഹം ഇങ്ങനെ മലയപർവ്വതത്തിന്റെ മുകളിൽ ചെന്നിരുന്നിട്ട് തപസ് ചെയ്തിരിക്കുകയായിരുന്നു ഭഗവാന്. അങ്ങനെ തപസ് ചെയ്തിരിക്കുന്ന സമയത്താണ് അഗസ്ത്യ മഹർഷി ആ വഴി ഇങ്ങനെ പോവുകയാണ്. അഗസ്ത്യർ ഇങ്ങനെ പോകുമ്പം മരത്തിന്റെ ചോട്ടിൽ മഹാരാജാവ് കണ്ണടച്ചിരിക്കുന്നത് കണ്ട്, മഹാരാജാവ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് കണ്ടപ്പം ഈ മഹർഷി വിചാരിച്ചു, എന്താ ബന്നെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണടച്ച് മിണ്ടാണ്ടിരിക്കുന്നത്? നല്ല സമ്പ്രദായം അല്ലല്ലോ, ഇവനൊരു ആനയായിട്ട് പോട്ടെ എന്ന് ആരെ ശപിച്ചു. ഈ
ഈ മഹാരാജാവിനെ ശപിച്ചു. അങ്ങനെ ആനയായിട്ട് പോട്ടെ എന്ന് ശാപം അഗസ്ത്യരുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ ഇന്ദ്രദ്യുമ്ന മഹാരാജാവാണ് പിന്നീട് ഇപ്പൊ അവിടെ ഗജേന്ദ്രനായിട്ട് വന്നത്. അപ്പൊ ആനയായിട്ട് തീർന്നപ്പോഴും അതാണ് പ്രാഗ്ജന്മനി, ഒരു പ്രയോഗം പറഞ്ഞു നേരത്തെ, പ്രാഗ്ജന്മനി പൂർവജന്മത്തില്, അതായത് ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിട്ട് ഇരിക്കണ കാലത്ത് പഠിച്ചുറപ്പിച്ചു ഉപാസിച്ചതാണ് ഇപ്പൊ ആര് ചെയ്തത്? ഗജേന്ദ്രൻ ഭഗവാനെ ഭജിച്ചതേ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയൂ? ഈ പൂർവ്വജന്മത്തിൽ ചെയ്തതിന്റെ മഹിമ കൊണ്ടാണ് ആനയ്ക്ക് എന്തുണ്ടായത്? ഈ ഭക്തി ഉണ്ടായത് എന്ന് പറയും. അപ്പൊ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സംശയം തോന്നും. അത് പരീക്ഷിതനുണ്ടായ സംശയമല്ല നമുക്കുണ്ടാവും. എന്താ, ഈ മഹർഷിമാരൊക്കെ എത്ര മോശക്കാരാ, തപസ് ചെയ്തിരിക്കണവരെയൊക്കെ ശപിക്കണത് തോന്നിയില്ലേ? അതിൻ്റെ ഇടയ്ക്ക് നമ്മളാരോടും മിണ്ടിയില്ല വെച്ചാലും അങ്ങനത്തെയൊക്കെ നമുക്ക് തോന്നും നല്ലോണം, കണ്ടിട്ടില്ലേ? അത് പറഞ്ഞതിൻ്റെ അകത്ത് ശരി തന്നെയാണ്. ഈ മഹർഷിമാർ ശപിക്കണോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമാ തോന്നും. പക്ഷേ ഇപ്പം ആ ശാപം ഉണ്ടായതുകൊണ്ട് കാര്യം നേരിയായി കിട്ടി. എന്ത് കാര്യം? ആ ശാപം ഉണ്ടായതുകൊണ്ട് ആനയായതുകൊണ്ട് വേഗം കാര്യം നേരിയായി കിട്ടി. ഇല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും ഇങ്ങനെ ഇന്ദ്രദ്യുമ്നാന്ന് പറഞ്ഞ മരത്തിൻ്റെ ചോട്ടിലിരിക്കണോ? ഭഗവാന്റെ അടുത്തെത്തി കിട്ടിയില്ലേ? അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും വിചാരിക്കും ഓരോരോ ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ വലിയ വിഷമാണെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞാൽ വേറൊരു മഹിമ ഉണ്ടാവും. മനസ്സിലാവണില്ലേ? പരീക്ഷയുടെ കാലം വരുമ്പോൾ നമുക്ക് തോന്നും വല്ലാത്ത ദുരിതമാണ് തോന്നും. പരീക്ഷ കഴിഞ്ഞ് വലിയ മാർക്കും കിട്ടി വലിയ സ്ഥാനത്തെത്തുമ്പോൾ മനസ്സിലാവും നന്നായി എന്നും തോന്നും. അപ്പം ഏതൊരു കഷ്ടം കഴിഞ്ഞാലും നല്ലൊരു സന്ദർഭം ഉണ്ടാവും. അതുകൊണ്ട് കഷ്ടം കണ്ട് തളരാനൊന്നും നിൽക്കണ്ട. അങ്ങനെ കഷ്ടം കണ്ട് തളർന്നു വെച്ചാൽ നമ്മളൊന്നും ഇപ്പോൾ ഇവിടെ എത്തില്ല. ഉണ്ടാവൂ? എന്തൊക്കെ കഷ്ടം ചാടി കയറി പോകുന്നവരാ നമ്മളൊക്കെ. ഓരോരുത്തർ എന്തൊക്കെ ജാതി സഹിക്കാൻ വയ്യാത്ത പലതും സഹിച്ചിട്ടല്ലേ നമ്മളതിനൊക്കെ മറികടന്ന് നീന്തിയാണ് ഇവിടെ എത്തിയത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും? എല്ലാം കാണും. അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാണ് ലോകത്തിന്റെ പതിവ്. ഇതാണ് കഥ, ഗജേന്ദ്രന്റെ കഥ. അങ്ങനെ ഗജേന്ദ്രമോക്ഷം ചരിത്രം പറഞ്ഞു കൊടുത്തു. ഇവിടെ ഈ ചെറിയ സംഗതി ചിന്തിക്കണം. എന്തിനാ ഇപ്പം നമ്മൾ ഈ ഗജേന്ദ്രമോക്ഷം കഥ കേട്ടത്? എന്താ അതിന്റെ സിദ്ധാന്തം? പണ്ടൊരു ആനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തുത്രേ. അങ്ങനെ പലർക്കും ഭഗവാൻ പലതും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പുറത്തുള്ളവന് ലോട്ടറി കിട്ടിയവർ നമുക്ക് വല്ല കാര്യമുണ്ടോ? നമുക്ക് കിട്ടിയാലല്ലേ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. അപ്പൊ എന്തിനാ നമ്മളിത് കേൾക്കണത്? ഇത് പണ്ട് എത്ര കാലമായി നമ്മൾ കേൾക്കണു? 25 കൊല്ലമായി നമ്മൾ തന്നെ കേൾക്കണം. ഉണ്ടല്ലേ? ഇനി 35 നമ്മൾ കേൾക്കുകയും ചെയ്യും. എന്തിനത്? നിരന്തരം കേൾക്കേണ്ടതാണത്. എന്തിനാ നമ്മൾ നിരന്തരം ഇതിങ്ങനെ കേൾക്കണത്? ഒന്നും ഇല്ലാണ്ട് കേൾക്കില്ലല്ലോ, ഒന്നും ഇല്ലാണ്ടത് പറയില്ലല്ലോ. ശ്രീശുഖർ ഇത് പറഞ്ഞു കൊടുക്കുമോ? കാര്യമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. എന്താ ഗജേന്ദ്രമോക്ഷം കഥ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കഥയുടെ സ്വരൂപ പറയുന്നത് നോക്കൂ. ആനകൾ കൂട്ടം കൂട്ടായിട്ട് വന്നു. ആ കഥയൊന്നും കൂടി നമ്മളിങ്ങോട്ട് പരിശോധിച്ച് പോരുക. ആനകൾ കൂട്ടം കൂട്ടായിട്ട് ഗജേന്ദ്രന്റെ നേതൃത്വത്തിൽ തടാകത്തിലേക്ക് വെള്ളം കുടിക്കാൻ വന്നു. ആനക്കൂട്ടം എങ്ങനെയാ വെള്ളം കുടിച്ചത്? കരയിൽ നിന്ന് തുമ്പിക്കൈകൊണ്ട് തടാകത്തേക്ക് നീട്ടിയിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചു. അവരുടെ കാലമ്പിൽ മുതല പിടിച്ചുവോ? ഇല്ല. ഗജേന്ദ്രൻ ആ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി തേവി കലക്കി കുടിച്ചു. അപ്പോഴേ നമ്മൾ പറഞ്ഞു കലക്കി കുടിക്കരുത്. ഗജേന്ദ്രൻ വെള്ളത്തിൽ ഇറങ്ങി കലക്കിയിട്ടാ കുടിച്ചതേ. ശരി, അപ്പോളാര് പിടിച്ചു? മുതല പിടിച്ചു. ഇറങ്ങി കലക്കി കുടിക്കാത്തവരുടെ കാലമ്പിൽ ആര് പിടിച്ചില്ല? മുതല പിടിച്ചതും ഇല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്താ ഈ തടാകം എന്ന് പറഞ്ഞാൽ? ആരാ ഈ ഗജേന്ദ്രൻ? തടാകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? നമ്മൾ വിളിച്ചാവുമ്പോൾ ചൊല്ലണ നമസ്കാര ശ്ലോകല്ലേ? എന്താ? സംസാരസാഗരേ മഗ്നം എന്നുവെച്ചാൽ എന്താ അത്? ഈ തടാകം എന്ന് പറഞ്ഞാൽ ഈ സംസാരസാഗരാണതേ, ഈ ലോകാണ്. ഈ സംസാരസാഗരത്തിൽ വന്ന് മഗ്നം മുങ്ങിയാൽ എന്തുണ്ടാവും? അതാണ് സംസാരസാഗരത്തിൽ അങ്ങോട്ട് മുങ്ങിപ്പോയാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? ആണ് കർമ്മഗ്രാഹ ഗൃഹീതാംഗം. കർമ്മങ്ങളാകുന്ന മുതലകൾ വന്ന് കാലമ്പിൽ പിടിക്കും. കർമ്മം ചെന്താ? പ്രാരബ്ധം, ആഗമി, സഞ്ചിതം എന്നൊക്കെ പറഞ്ഞ പല ജാതി കർമ്മപ്രാരബ്ധാദികൾ വന്നിട്ട് നമ്മുടെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? പിടിക്കും. അതാണ് ഈ കർമ്മഗ്രാഹം. പേരെന്നെ അങ്ങനെയാ പ്രയോഗിച്ചത്. കർമ്മഗ്രാഹം ചെന്നർത്ഥം പല ജാതി ബുദ്ധിമുട്ടുകളും വന്ന് നമ്മളെ പിടിക്കുകയെ. അപ്പൊ അതുകൊണ്ടാണ് അത് ഇറങ്ങി സംസാരമാകുന്ന സാഗരത്തിൽ ഇറങ്ങി മുങ്ങിയാലേ പിടിക്കുള്ളൂ. എന്താണ്? സംസാരസാഗരത്തിൽ നമ്മളൊക്കെ തന്നെ ഈ സംസാരത്തിൽ പെട്ടാൽ പിടിക്കും. പെടരുത്. എന്ത് ചെയ്യണം? അതുകൊണ്ട് സംസാരത്തിൽ നമ്മൾ മുങ്ങരുത്. എന്താ ആവശ്യത്തിനൊക്കെ ആവാം, നമുക്ക് ജീവിക്കുക നമ്മൾ ഈ സംസാരത്തിലാണെങ്കിലും അത് ഉള്ളിലേക്ക് കയറ്റരുത് എന്നാ പറഞ്ഞത്. ഏത്? സംസാരവാസന ഉള്ളിലേക്ക് കയറിയ കഷ്ടം. ഈ വള്ളത്തിന് പോണെങ്കിൽ വെള്ളം വേണം. ഇതിന് വള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വള്ളത്തിന് പോണെങ്കിൽ വെള്ളം വേണം. എന്നാ ഈ വെള്ളം വള്ളത്തേക്ക് കയറിയാലോ വള്ളം വെള്ളത്തിലായി. മനസ്സിലാവണില്ലേ? അല്ലേ? അക്ഷരം മാറിയാ പോയി. ഈ തോണി വഞ്ചി പോണത് ഏത് വഴി കൂടി? വെള്ളത്തിൽ കൂടിയല്ലേ പോവുക. വെള്ളം ഇല്ലെങ്കിൽ വഞ്ചിക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. എന്നാ ഈ വെള്ളം വഞ്ചിയുടെ ഉള്ളിലേക്ക് കയറിയാലോ? വഞ്ചി വെള്ളത്തിലായി. അതന്നെ
ശരിയല്ലേ ഇത്? അതാണ്. അപ്പം പോണെങ്കിൽ ഈ സാധനം വേണമെച്ചാലും ഈ സാധനം ഉള്ളിക്ക് കയറ്റരുത്. സംസാരവാസന ഉള്ളിക്ക്, നമ്മൾ ജീവിക്കുന്നത് സംസാരത്തിലാണെങ്കിൽ ഉള്ളിക്ക് കയറ്റരുത്. ഇതുപോലെ ഭഗവത്ഗീതയിൽ പറഞ്ഞ മാതിരി പത്മപത്രം ഇവ അംഭസ എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ അർത്ഥം? പത്മപത്രം വെള്ളത്തിലിരിക്കണ താമരയില പോലെ എന്നാണ്. താമരയില ജനിച്ചത് എവിടെയാ? വെള്ളത്തിൽ. സ്കൂളിലേക്ക് പോയത് എവിടെയാ? വെള്ളത്തില്. ഇല്ലേ? ഉദ്യോഗം ഭരിച്ചത് എവിടെയാ? വെള്ളത്തില്. വിവാഹം കഴിച്ചത് എവിടുന്ന്? വെള്ളത്തിൽ നിന്ന്. എന്നിട്ട് ഉദ്യോഗം ഭരിക്കലും ഒക്കെ പെൻഷൻ വാങ്ങിയതും വെള്ളത്തില്. ഒടുക്കപ്പ വിശ്രമ ജീവിതം നയിക്കണതോ വെള്ളത്തില്. ചത്തതോ അതും വെള്ളത്തില്. അങ്ങനെ ആ താമരയിലയുടെ ജീവിതചക്രം മുഴുവനും എവിടെ തന്നെ തുടങ്ങി എവിടെ തന്നെ അവസാനിക്കണു? വെള്ളത്തിൽ അവസാനിക്കണം. പക്ഷേ ഈ വെള്ളത്തിൽ ജനിച്ച വെള്ളത്തിൽ മരിച്ചു പോയി അതിനിടയ്ക്ക് ജീവിച്ച് തീർക്കണതായ താമരയിലയ്ക്ക് ആ വെള്ളത്തിനെ സ്പരിശിക്കാൻ സാധ്യമല്ല. വെള്ളത്തിന് താമരയുടെ ഇലയെ തൊടാൻ പറ്റില്ല. താമരയുടെ ഇലയിൽ വെള്ളം ഇങ്ങോട്ട് വീഴ്ത്തിയാൽ അത് ഉരുണ്ടങ്ങോട്ട് പോകും. സഹസ്രകലശ അടിയാലും ആരും നനയില്ല. താമരയുടെ ഇല നനയില്ല. അപ്പൊ നമുക്ക് ചേമ്പിന്റെ ഇലയുടെ ഉദാഹരണം പോരെ എന്നൊരു സംശയമുണ്ട്. ചേമ്പിന്റെ ഇല ഉദാഹരണമൊക്കെ നന്നായി. പക്ഷെ ചേമ്പിന്റെ ഇല ജനിച്ചതും വളർന്നതും പെൻഷൻ വാങ്ങിയതൊക്കെ എവിടുന്ന്? വെള്ളത്തിൽ നിന്നോ കരയെന്നോ? കരയില. ചേമ്പിന്റെ ഇലയുടെ ജീവിതചക്രം കരയിലാണ്. അപ്പൊ കരയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ഉദാഹരിക്കുന്നേക്കാൾ ഭേദം വെള്ളത്തിലുള്ളവനെ ഉദാഹരിക്കുന്നില്ലേ നല്ലത്? അപ്പൊ വെള്ളത്തിൽ ജനിച്ചു വളർന്ന് മരിച്ചു തീരണതായ ഈ പറയുന്ന താമരയിലയ്ക്ക് വെള്ളം കൊണ്ട് സ്പരിശമില്ലാത്തതുപോലെ ഈ സംസാരത്തിൽ ജനിച്ചു വളർന്ന് സംസാരത്തിൽ ശരീരം കളഞ്ഞു പോണതായ നമ്മൾ ഈ സംസാരവാസന കൊണ്ട് സ്പരിശിക്കപ്പെടാണ്ടിരുന്നത് നന്നായി. അതുകൊണ്ടാ പറയുക, സംസാരമാം സാഗരത്തിൽ അംസാന്തം മുങ്ങലാ സഖേ. സംസാരമാകുന്ന അംസം വെച്ച തോളോളം മുങ്ങരുത്, കുറേശ്ശേക്ക് ആവാം എന്നാണ്. തെളിയാവാം, കലക്കി കുടിക്കരുത് പറഞ്ഞത്. എന്താണ് കലക്കി കുടിക്കുക? ചേർത്ത ഇറങ്ങി കുത്തി മറിയരുത്. അങ്ങനെ വരുമ്പം ഈ സംസാരസാഗരത്തിൽ വന്ന് നമ്മൾ പെട്ടുപോയാൽ രക്ഷിക്കാൻ ഭാര്യയ്ക്ക് പറ്റുമോ? ഭർത്താവിന് പറ്റുമോ? ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ പറ്റുമോ? ബന്ധുക്കളൊക്കെ ആർക്കും പറ്റില്ല. അതാണ് ഈ കുട്ടിയാനയ്ക്കും പിടിയാനയ്ക്കും കൊമ്പനാനയ്ക്കും ഒന്നും രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കിണറ്റിലോ കുളത്തിലോ വീണ് കട്ടത്തിലായി എന്ന് കണ്ടാൽ ആർക്ക് രക്ഷിക്കാം? നമ്മുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് രക്ഷിക്കും നമ്മളെ. അതിനൊന്നും കുഴപ്പമില്ല, വിഷമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ സംസാരസാഗരത്തിൽ വീണ് പോയവരെ രക്ഷിക്കാൻ ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്താവിന് ഏട്ടൻ അനിയൻ അമ്മ അച്ഛൻ ബന്ധുക്കള് മിത്രങ്ങള് സുഹൃത്തുക്കള് അടുത്ത വീട്ടുകാര് അയലൊക്കെക്കാര് ശക്തന്മാര് ബലവാന്മാര് ആർക്കും പറ്റില്ല. അപ്പൊ രക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഭഗവാനെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിക്കണം. ഗജേന്ദ്രൻ ആരെയാണ് ആശ്രയിച്ചത്? ഭഗവാനെ ആശ്രയിച്ചത്. ഭഗവാനെ ആശ്രയിച്ച് നല്ലോണം അനുസരിച്ച് തൊഴുത് ഭജിച്ച് പുറപ്പെട്ട സമയത്ത് ആര് വന്നു? ഭഗവാൻ വന്നു. ഭഗവാൻ മുമ്പിലേക്ക് വന്നപ്പം നമ്മുടെ ഗജേന്ദ്രൻ ഭഗവാന്റെ പാദത്തിൽ എന്താ സമർപ്പിച്ചത്? വാഴക്കൊലയോ? കദളിപ്പഴക്കൊല അല്ല. അതൊക്കെ നമ്മൾ സമർപ്പിക്കാറുണ്ട്. കദളിപ്പഴക്കൊല, പട്ട് സമർപ്പിക്കും, ഭഗവാന് പറ സമർപ്പിക്കും, പലതും സമർപ്പിക്കും. പക്ഷെ ഗജേന്ദ്രൻ എന്താ സമർപ്പിച്ചത്? പൂവ്, താമരപ്പൂവ് അല്ലെ? എന്തിന്റെ പൂവ്? റോസാപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ഇതൊന്നുമല്ലല്ലോ. താമരപ്പൂവ്. എന്ത് താമരപ്പൂവ് സമർപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തൊക്കെ ജാതി പൂക്കൾ നമ്മുടെ നാട്ടിൽ കേമായതുണ്ട്. പക്ഷെ അതൊന്നും സമർപ്പിച്ചില്ല. താമരപ്പൂവ സമർപ്പിച്ചത്. ശരിയല്ലേ ഇത്? അതും പൂവ്. ഒരു വാഴക്കൊല സമർപ്പിക്കായിരുന്നു, ചേനയോ ചേമ്പൊക്കെ സമർപ്പിക്കായിരുന്നു, അവൻ സമർപ്പിച്ചില്ല. എന്താ ഈ പൂവ്? ഈ പൂവ് എന്ന് ഈ പൂവിന് സംസ്കൃതത്തിൽ പറയുന്ന പേരെന്താണെന്നറിയോ? സുമനസ്. എന്താ പേര്? സുമനസ് എന്ന് പറഞ്ഞ പൂവ് എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. സുമനസ് എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ് അർത്ഥം. സുമനസ് എന്ന് പറഞ്ഞാൽ നല്ല മനസ്സ് എന്നും അർത്ഥമുണ്ട്. അങ്ങനെ സുമനസ് എന്നുള്ളതിന് രണ്ടർത്ഥം, പൂവെന്നുണ്ട് നല്ല മനസ്സെന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗജേന്ദ്രൻ സമർപ്പിച്ചത് എന്താണ്? സുമനസ്സാണേ. എന്നുവെച്ചെന്താർത്ഥം? അർത്ഥം അർത്ഥമൊക്കെ മനസ്സിലാവുണ്ടല്ലോ അപ്പൊ അല്ലേ? അതാണ്. അതും താമരപ്പൂവ്. താമരപ്പൂവ് താമരപ്പൂവ് എങ്ങനെയാ? അല്ലേ? അങ്ങനെയല്ലേ ഇത്? താമരപ്പൂവ് ഇങ്ങനെ ഇരിക്കണതേ. അതായത് ഹൃൽ പുണ്ടരീകം, ഹൃദയത്തിന്റെ ആകൃതിയ താമരപ്പൂവിനെ. അതാണ് താമരപ്പൂവ് സമർപ്പിച്ചത്. ഇല്ലച്ച ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നമ്മുടേതായിട്ട് ഒന്ന് സമർപ്പിക്കാൻ എന്തുണ്ട് ഭഗവാന്റെ പാദത്തില്? നമ്മുടേതായിട്ട് സമർപ്പിക്കാൻ വല്ലതും? നമ്മൾ പറയും എൻ്റെ വകയാണ് ഇന്നത്തേത്. ഇന്നത്തേത് അങ്ങനെയൊക്കെ പറയില്ലേ? ഇന്നത്തേത് എൻ്റെ വകയാണ്. എന്താ ഒന്നുമില്ല, തൻ്റെ വകയായിട്ട് എന്താ നമുക്ക് സമർപ്പിക്കാനുള്ളത്? അൽപായസം ഇന്നിപ്പം എൻ്റെ വകയാണ്. നന്നായി ഞെളിഞ്ഞ് നിൽക്കുക കുറച്ചു നേരം. ഇല്ലേ? പാലോ ഭഗവാന്റേത്, അരിയോ ഭഗവാന്റേത്, ഉരുളിയോ ഭഗവാന്റേത്, പഞ്ചസാര ഭഗവാന്റേത്, തടപ്പള്ളി ഭഗവാന്റേത്. നമ്മുടേത് എന്താ ഉള്ളത് അതിൽ? അല്ല, നമ്മൾ അവിടെ വെറും കൺവീനർ മാത്രമാണ്. എന്ത് കൺവീനർ? ഇതൊക്കെ ഒന്ന് യോജിപ്പിക്കുക എന്നല്ലാണ്ട് നമുക്ക് വേറെ എന്താ ഉള്ളത്? കടയിലിരിക്കുന്ന അരി, അപ്പുറത്തിരിക്കുന്ന പഞ്ചസാര, ആ പശുവിൻ്റെ അടുത്തുള്ള പാല്, അപ്പുറത്തെ തടപ്പള്ളിയിൽ ഉരുളി ഒക്കെ കൂടി യോജിപ്പിച്ച് കഴുകി തുടച്ചതിൽ കൊണ്ടുപോയി, അത്രയല്ലാണ്ട് നമുക്ക് വല്ലതും ചെയ്യാനുണ്ടോ? അപ്പം നമ്മുടേതായിട്ട് ഭഗവാനെ സമർപ്പിക്കാൻ വാസ്തവത്തിൽ ചിന്തിച്ചാൽ ഒന്നുമില്ല. ഒന്നും തന്നെ ഇല്ല ഭഗവാനെ നമ്മുടേതായിട്ട് സമർപ്പിക്കാൻ. ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല, ഒന്നുണ്ട്.
നമുക്ക് നമ്മുടേതായിട്ട് ഭഗവാനെ സമർപ്പിക്കാൻ ഒന്നേ ഉള്ളൂ, ആ ഒന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് മാത്രം ഉണ്ട് ഭഗവാനെ സമർപ്പിക്കാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തേ പലർക്കായിട്ട് സമർപ്പിച്ചതാ. അതെന്ത്? അതന്നെ ഹൃദയ മനസ്സ്. അത് ഭാര്യയ്ക്ക് സമർപ്പിച്ചു, ഭർത്താവിന് സമർപ്പിച്ചു, അമ്മയ്ക്ക് സമർപ്പിച്ചു, അച്ഛനെ സമർപ്പിച്ചു, ബസ്സിലെ കണ്ടക്ടർക്ക് സമർപ്പിച്ചു, വടക്കലെ നാരായണനാർക്ക് സമർപ്പിച്ചു. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഇല്ല. നമ്മൾ പലതിലേക്കായിട്ടല്ലേ നമ്മുടെ ഭാവങ്ങളെ സമർപ്പിച്ച് കളഞ്ഞത്. പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ഇല്ല, ഒക്കെ പലതിലേക്കായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇല്ല, ലേശം പോലും ഇല്ല. ശരിയല്ലേ ഇത്? അപ്പൊ വേണ്ടത് എന്താണ്? ഹൃദയമാണ് ആരുടെ കാൽക്കല് സമർപ്പിക്കേണ്ടത്? ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കേണ്ടത്. അതാണ് ആ ഗജേന്ദ്രൻ പൂവ് അല്ലെങ്കിൽ താമരപ്പൂവ് സമർപ്പിച്ചു എന്ന് പറഞ്ഞത്. ശ്രദ്ധിച്ച് മനസ്സിരുത്തേണ്ട. ഇതൊക്കെ കഥ വെറുതെ പറയുന്ന കഥയൊന്നുമില്ലേ. അപ്പോ നമ്മളും ഭഗവാന്റെ തൃപ്പാദത്തേക്ക് സമർപ്പിക്കേണ്ടത് എന്താണ്? ശുദ്ധമായ ഹൃദയത്തെ സമർപ്പിക്കണം. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മളിങ്ങോട്ട് സംസാരസാഗരത്തിൽ നിന്ന്, ആ കർമ്മപ്രാരബ്ധത്തിൽ നിന്ന്, പിടിച്ച് കെട്ടിക്കിടക്കണ കർമ്മപ്രാരബ്ധം അല്ലെ, അത് നിങ്ങോട്ട് വലിച്ചങ്ങോട്ട് കയറ്റും. അപ്പൊ എന്ത് പറയണം? നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. അങ്ങാണ് എനിക്ക് വെളിച്ചം തന്നത്. ഗുരു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സംസാരസാഗരത്തിൽ നിന്ന് കരകയറാനുള്ള വെളിച്ചം തന്നതെന്ന് അർത്ഥം. അങ്ങനെ വെളിച്ചം തന്ന എന്നെ ഈ കുരിരുട്ടുന്ന കരകയറ്റിയില്ലേ നാരായണ അഖില ഗുരോ ഭഗവൻ. ഭഗവാനെ നമസ്തേ എന്ന് പറഞ്ഞ് നമസ്കരിക്കണം. ഇതാണ് കഥ. അപ്പൊ ഗജേന്ദ്രമോക്ഷം കഥ ആരുടെ കഥയാണ്? അതെങ്ങനെ പറഞ്ഞാലും തിരിഞ്ഞു കുത്തി മറിഞ്ഞ അവനവൻ്റെ അടുത്തേക്ക് തന്നെ വരുള്ളൂ. ഏത് പറയുമ്പോഴൊക്കെ കേമാണ്, പക്ഷെ അതെങ്ങനെ കുത്തി മറിഞ്ഞ് തിരിഞ്ഞ് അവിടേക്ക് തന്നെ എത്തും. അവനവൻ്റെ പഠിപ്പന കയറി മുറ്റത്തേക്ക് എത്തും. നമ്മുടെ ഇത് അപ്പൊ ഇതൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ഭാഗവതത്തിൽ ഓരോ കഥകളും നമ്മൾ ഈ ഭാവത്തിൽ കേട്ടാലേ കഥയുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് കേട്ട് അനി അടുത്തത് എന്താ അടുത്തത് ഒക്കെ കഴിഞ്ഞു. ഓരോ കഥയും നമ്മൾക്ക് ചിലപ്പോൾ തെളിച്ചം കിട്ടാത്ത ചില വശങ്ങളുണ്ടാവും ലോകത്തിലെ. ആ തെളിച്ചും വെളിച്ചം കിട്ടാത്ത വശങ്ങളെ വെളിച്ചം കാണിച്ച് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ അതൊക്കെ പറയുന്നതേ. അങ്ങനെ ഗജേന്ദ്രന്റെ കഥ താമസമന്വന്തരത്തിലുണ്ടായ കഥയെ